നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയെന്നോ വൻതുക പിഴ അടയ്ക്കണമെന്നോ പറഞ്ഞു വരുന്ന ഒരു ഫോൺ കോൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു നിമിഷത്തെ പരിഭ്രാന്തിയിൽ നാം ചെയ്യുന്ന ചെറിയൊരു അബദ്ധം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച തുക നഷ്ടപ്പെടാൻ കാരണമായേക്കാം. യുഎഇയിലെ പ്രവാസികളെ ലക്ഷ്യമിട്ട് അതിശക്തമായ ഫോൺ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് ദുബായ് പോലീസിന്റെ റിപ്പോർട്ടുകൾ. പോലീസിന്റെയോ ബാങ്കിന്റെയോ ലോഗോ വെച്ച് വാട്സപ്പിലൂടെ വിളിക്കുന്ന ഇവർ അതിവിദഗ്ധമായാണ് ആളുകളെ കെണിയിൽ വീഴ്ത്തുന്നത്. സാധാരണക്കാരുടെ ഭയത്തെ മുതലെടുക്കുന്ന ഈ പുതിയ തട്ടിപ്പ് രീതികളെക്കുറിച്ചും അവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഓരോ പ്രവാസിയും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി യുഎഇയിലെ പ്രവാസികളെ ലക്ഷ്യമിട്ട് വലിയ രീതിയിലുള്ള ഫോൺ തട്ടിപ്പുകളാണ് നടക്കുന്നത്. ബാങ്ക് ജീവനക്കാരെന്നോ സർക്കാർ ഉദ്യോഗസ്ഥരെന്നോ വ്യാജേന ആളുകളെ വിളിച്ച് പണം തട്ടിയെടുക്കുന്ന സംഘങ്ങൾ സജീവമായതായും പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. തട്ടിപ്പുകാർ നിങ്ങളെ സമീപിക്കുന്നത് വളരെ വിശ്വസനീയമായ രീതിയിൽ സംസാരിച്ചായിരിക്കും. ചിലപ്പോൾ ദുബായ് പോലീസിന്റെയോ അല്ലെങ്കിൽ ബാങ്കുകളുടെയോ ലോഗോ ഉള്ള വാട്സ്ആപ്പ് നമ്പറുകളിൽ നിന്നായിരിക്കും ഇവർ നിങ്ങളെ വിളിക്കുക. തട്ടിപ്പുകാർ കൂടുതലായും പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ATM കാർഡ് ബ്ലോക്ക് ആയി, അതിനാൽ ഉടനെ ശരിയാക്കിയില്ലെങ്കിൽ അക്കൗണ്ട് എന്നേക്കുമായി നഷ്ടപ്പെടും, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വലിയൊരു തുക പിഴയുണ്ട്, അതിപ്പോൾ അടച്ചില്ലെങ്കിൽ പോലീസ് വീട്ടിലെത്തും അല്ലെങ്കിൽ ജയിലിലാകും എന്നിങ്ങനെയൊക്കെ ആയിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ടും. ഭയവും ആശങ്കയും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നമ്മുടെ ഈ ഭയവും ആശങ്കയൊക്കെയാണ് അവർ മുതലെടുക്കുന്നത്. അങ്ങനെ പല നമ്പരും തട്ടിപ്പുകാർ ഇറക്കും. ഇങ്ങനെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ നമ്മൾ പെട്ടെന്ന് ഭയപ്പെടും. അതിൽ അത്ഭുതമൊന്നുമില്ല. മിക്കപ്പോഴും നമ്മുടെ ഈ ഭയവും അറിവില്ലായ്മയും തന്നെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഇത്തരത്തിലൊരു കോൾ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. കാര്യങ്ങൾ ശരിയായി ചിന്തിക്കാൻ സമയം നൽകാതെ ഈ തട്ടിപ്പുകാർ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫോണിൽ വരുന്ന OTP പറഞ്ഞു കൊടുക്കാനോ ഒന്നും നിൽക്കരുത്. OTP പറഞ്ഞു കൊടുത്താൽ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം തട്ടിപ്പുകാർ തട്ടിയെടുക്കും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യുഎഇയിലെ ഒരു ബാങ്കോ പോലീസോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഓഫീസുകളോ നിങ്ങളെ ഫോണിൽ വിളിച്ച് ബാങ്ക് വിവരങ്ങളോ രഹസ്യ നമ്പറുകളോ ചോദിക്കില്ല. നിങ്ങളുടെ ബാങ്ക് പാസ്വേഡ്, ATM പിൻ നമ്പർ, ഫോണിൽ വരുന്ന OTP എന്നിവ ആരോടും പങ്കുവെക്കരുത്. SMS വഴിയോ വാട്സപ്പ് വഴിയോ വരുന്ന അറിയാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവഴി നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ ചോർത്താൻ സാധിക്കും. അതിനാൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പരിഭ്രാന്തരാകാതെ ആ കോൾ കട്ട് ചെയ്യുക. എന്നിട്ട് ബാങ്കിന്റെ ഔദ്യോഗിക നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അറിയാതെ ആർക്കെങ്കിലും വിവരങ്ങൾ കൈമാറുകയോ പണം നഷ്ടപ്പെടുകയോ ചെയ്താൽ ഒട്ടും തന്നെ താമസിക്കാതെ ദുബായ് പോലീസിന് വിവരം അറിയിക്കുകയാണ് വേണ്ടത്. ഇതിനായി 901 എന്ന നമ്പറിലോ ദുബായ് പോലീസിന്റെ e-crime പോലീസ് ഐ എന്ന വെബ്സൈറ്റിലോ പരാതിപ്പെടാവുന്നതാണ്. തട്ടിപ്പുകാർ നമ്മുടെ ഭയത്തെയാണ് ആയുധമാക്കുന്നത്. അതിനാൽ ശാന്തമായി ചിന്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം. OTP നമ്പറുകളോ പാസ്വേഡുകളോ കൈമാറുന്ന നിമിഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മറ്റൊരാളുടെ നിയന്ത്രണത്തിലാകും. സൈബർ ലോകത്തെ സുരക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നിയമവിരുദ്ധമായ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ജീവിതം എളുപ്പമാക്കുമ്പോൾ തന്നെ അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചതിക്കുഴികളെ തിരിച്ചറിയാൻ നാം സദാ സന്നദ്ധരായിരിക്കണം. ഓർക്കുക, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം സംരക്ഷിക്കാൻ നിങ്ങളുടെ ജാഗ്രതയ്ക്ക് മാത്രമേ സാധിക്കൂ. ജാഗ്രത മാത്രമാണ് സൈബർ ലോകത്തെ ഈ ഡിജിറ്റൽ കള്ളന്മാരിൽ നിന്നുള്ള ഏക പോംവഴിയും. തട്ടിപ്പിന് മലയാളിയെന്നോ മറുനാടൻ മലയാളിയെന്നോ എന്നൊന്നുമില്ല. തട്ടിപ്പുകാരുടെ ലക്ഷ്യം ഒന്നു മാത്രം, അത് നിങ്ങളുടെ പോക്കറ്റിലെ കാശാണ്. അതുകൊണ്ട് തട്ടിപ്പുകാർ എന്തെങ്കിലും നമ്പർ ഇറക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധയോടെ കേട്ട് പരിഭ്രാന്തരാകാതെ സമയമെടുത്ത് ആലോചിച്ചു വേണം അതിനെതിരെ പ്രതികരിക്കാൻ. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പ്രതികരിക്കാൻ പോകരുത്. നമ്മളെ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ തട്ടിപ്പുകാരുടെ കയ്യിലുണ്ട്. ഇത് തന്നെയാണ് അവർ ആയുധമായിട്ട് പുറത്തെടുക്കുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്കായി, ATM വഴി നിങ്ങളുടെ പണം നഷ്ടപ്പെടും, പിൻ നമ്പർ വേണം, പാസ്വേഡ് വേണം, അയച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ചാടി ഇറങ്ങരുത്. ശാന്തമായിട്ട് കേട്ട് ഇതെന്താണെന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനുശേഷം മാത്രമേ പ്രതികരിക്കാവൂ. ബാങ്കിന്റെ ഔദ്യോഗിക നമ്പർ വഴി ബന്ധപ്പെടാൻ ശ്രമിക്കണം. വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ തട്ടിപ്പുകാർ വിളിച്ച് നിങ്ങളുടെ പിൻ നമ്പറോ പാസ്വേഡോ ഒക്കെ ചോദിക്കുമ്പോൾ ഉടനെ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള കാശ് കളയാൻ നിൽക്കരുത്. നിങ്ങളുടെ ഭയമാണ് അവരുടെ ഏറ്റവും വലിയ ആയുധമെന്ന് തിരിച്ചറിയണം. ഈ ഭയത്തെ തന്നെയാണ് അവർ മുതലെടുക്കുന്നതും.